നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ച്യുതാസ്മരാജ്യാത് വനവാസമാശ്രിത ചരാമധർമ്മം നിയതാസ്തപസ്വിനഃ. അദ്ദേഹം അശ്വപതിയോട് പറയുകയാണ്, വിമത്സനന്റെ വാക്കുകളാണിത്. ഞാനിപ്പോൾ രാജാവല്ല, ഞാൻ ശാൽവരാജ്യത്തിലെ രാജാവായിരുന്നു. അത് പഴയൊരു കഥ. രാജ്യത്തിൽ നിന്നിട്ട് ഞാൻ ഇതാ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ രാജ്യം അപഹൃതമായിരിക്കുന്നു. ഞാനിപ്പോൾ രാജ്യത്തിന് പുറത്ത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ആശ്രമം നിർമ്മിച്ചിട്ട് ഇവിടെ ഞാൻ കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നു. തപസ്വികളുടേതായ മാർഗത്തെ അവലംബിച്ചിട്ട്, അവരുടേതായ ധർമ്മത്തെ അവലംബിച്ചിട്ട്, ചരാമധർമ്മം, തപസ്വികളുടേതായ ധർമ്മത്തെ അവലംബിച്ചിട്ട് ഞാൻ ജീവിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഞാൻ തപസ് ചെയ്യുന്നു. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ പുത്രിയെ എൻ്റെ പുത്രന് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിൽ ഞാൻ കാണുന്നതായൊരു തടസ്സം ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ മരുമകളായിട്ട് സാവിത്രിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സാവിത്രി വസിക്കേണ്ടത് ഇവിടെയാണ്, ഈ ആശ്രമത്തിലാണ്. ഇത്രയും കാലം അങ്ങയുടെ കൊട്ടാരത്തിൽ സകല സുഖങ്ങളുടെയും ആർഭാടങ്ങളുടെയും നടുവിൽ വളർന്ന സാവിത്രി ഇവിടെ ഈ ആശ്രമത്തിലെ അങ്ങേയറ്റം ലളിതമായിരിക്കുന്ന പരിമിതമായിരിക്കുന്ന ചുറ്റുപാടുകളിൽ താമസിച്ചാൽ വളരെയേറെ കഷ്ടപ്പെടും. അത് സാവിത്രിക്ക് സഹിക്കാനാവില്ല. എന്ന് മാത്രമല്ല, ഇവിടുത്തെ ജീവിതമുണ്ടല്ലോ, അത് തപോമയമാണ്. ആ പ്രകാരത്തിലുള്ള ജീവിതം സാവിത്രി ജീവിതത്തിൽ ആദ്യമായി കാണുകയല്ലേ. അങ്ങനെ ഈ ക്ലേശകരമായ സാഹചര്യത്തിലേക്ക് സാവിത്രിയെ കൊണ്ടുവരണമോ? ഇതാണ് എൻ്റെ സംശയം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ സസന്തോഷം ഞാൻ അങ്ങയുടെ പുത്രിയെ മരുമകളായി സ്വീകരിക്കുന്നു എന്ന് പറയാത്തത്. ഇങ്ങനെ രാജാവായ ദ്യുമത്സേനൻ മറുപടി പറയുമ്പോൾ ദ്യുമത്സേനന്റെ മനസ്സിന്റെ ആ വിശുദ്ധിയെ അനുഭവിച്ചറിയുന്ന അശ്വപതി അദ്ദേഹത്തോട് പറഞ്ഞു, തൊഴുകയോടുകൂടി പറഞ്ഞു, ആശാം നാർഹസിമേഹന്തം സൗഹാർദ്ദാത് പ്രണതസ്യച്ച്. അല്ലയോ മഹാരാജാവേ, ഞാൻ അങ്ങയോടുള്ളതായ ഭക്തിയാൽ അങ്ങയെ നമസ്കരിച്ചുകൊണ്ടാണ് ഈ പ്രകാരത്തിലുള്ള ഒരു അഭ്യർത്ഥന അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ചത്. അങ്ങ് എന്നോട് സൗഹാർദ്ദം കാണിക്കണം. എൻ്റെ ഈ സ്നേഹത്തെ, എൻ്റെ ഈ ഭക്തിയെ അങ്ങ് തിരിച്ചറിഞ്ഞിട്ട് അതിന് ഉചിതമായ രീതിയിൽ പെരുമാറണം. എൻ്റെ ആഗ്രഹത്തെ അങ്ങ് ഒരിക്കലും തട്ടിക്കളയരുത്. അത് അങ്ങ് തട്ടിക്കളയുന്നത് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ദുഃഖകരമായിരിക്കും. ഞാനിപ്പോൾ അങ്ങയുടെ സമീപത്തേക്ക് വന്നതാണ്. സാധാരണയായിട്ട് വരന്റെ ബന്ധുക്കള് വധുവിന്റെ വീട്ടിലേക്ക് ആളുകളെ അയച്ച് ചോദിക്കും, വധുവിനെ എൻ്റെ പുത്രന് നൽകുമോ എന്ന്. നൽകാമെന്ന് വധുവിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു കഴിഞ്ഞാലോ വിവാഹത്തിനുള്ളതായ ദിവസവും സമയവും ഒക്കെ നിശ്ചയിക്കും. എന്നിട്ട് വരനും വരന്റെ ബന്ധുക്കളും എല്ലാവരും കൂടി ഉചിതമായ രീതിയിൽ വലിയൊരു ഘോഷയാത്രയായിട്ട് വധുവിന്റെ ഗൃഹത്തിൽ ചെല്ലും. അവിടെ വെച്ചിട്ടാണ് വിവാഹം. വിവാഹം കഴിഞ്ഞ് വധുവിനെ കൂട്ടിക്കൊണ്ട് വരന്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് നടപ്പ്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യങ്ങൾ പുരസ്കരിച്ചും അതേപോലെ തന്നെ എൻ്റെ പുത്രിയെ
അങ്ങയുടെ പുത്രന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളതായ ആഗ്രഹം കൊണ്ടും ഞാൻ അവിടെ നിന്ന് പുത്രിയെയും കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അങ്ങയുടെ മുന്നിൽ എത്തിച്ചേർന്നതാണ് എന്നുള്ള കാര്യം അങ്ങ് ഓർമ്മിക്കണം. അങ്ങനെയുള്ള എന്നെ പ്രത്യാഖ്യാതും നമാർഹസി, എൻ്റെ ആഗ്രഹത്തെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് തിരിച്ചയക്കരുത്, എന്നെ പറഞ്ഞയക്കരുത് എന്ന് മഹാരാജാവായിരിക്കുന്ന അശ്വപതി ദ്യുമത്സേനോട് അഭ്യർത്ഥിച്ചു. ആ വാക്കുകൾ ദ്യുമത്സേനന് ധൈര്യമായി. സാവിത്രിക്ക് ഈ ആശ്രമം ദുഃഖകരമാവില്ല. ഈ ആശ്രമത്തിലെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളോട് അവൾ പൊരുത്തപ്പെടും. അതുകൊണ്ടാണല്ലോ പിതാവ് ഈ പ്രകാരത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, പൂർവമേവ അഭിലഷിത സംബന്ധോമേ ത്വയാസഹ. പണ്ടുപണ്ടേ തന്നെ എനിക്ക് അങ്ങയെ അറിയാം. അന്നു മുതൽ അങ്ങയോടുള്ളതായ ഈ പ്രകാരത്തിലുള്ളതായ ബന്ധുത്വം ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ രാജ്യത്തിൽ നിന്നിട്ട് പുറത്താക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നത്. അങ്ങ് എന്നോട് ക്ഷമിച്ചാലും ഉടനെ തന്നെ ഈ കുട്ടികളുടെ വിവാഹം നമുക്ക് വിധിപ്രകാരം ഇവിടെ വച്ച് നടത്താം. തതസ്സർവാൻ സമാനയ്യ ദ്വിജാൻ ആശ്രമവാസിനഃ യഥാവിധി സമുദ്വാഹം കാരയാമാസ തുറന്നിർപ്പവും. ആ രണ്ട് രാജാക്കന്മാരും ഒരുമിച്ച് ചേർന്ന്, ആ രാജർഷിമാർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് വിവാഹത്തിന് വേണ്ടുന്നതായ പദാർത്ഥങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടി വേണ്ടുന്ന രീതിയിൽ ഒരുക്കി, അങ്ങനെ ആ ആശ്രമത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ വിവാഹത്തെ വലിയൊരു ആഘോഷമാക്കി. അശ്വതി രാജാവിൻ്റെ നാട്ടിൽ നിന്ന് ധാരാളം ജനങ്ങൾ ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്ന് അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ എല്ലാവരുടെയും ആശിസ്സുകളോടെ അനുഗ്രഹങ്ങളോടെ വളരെ മംഗളകരമായിട്ട് വേദവിധിപ്രകാരം ആചാരപ്രകാരം സത്യവാന്റെയും സാവിത്രിയുടെയും വിവാഹം നടന്നു. സത്യവാനവി താം ഭാര്യാം ലബ്ധ്വ സർവഗുണാന്വിതാം മുമുദേ സാചതം ലബ്ധ്വ ഭർത്താരം മനസേപ്സിതം. സത്യവാൻ സാവിത്രിയെ, എല്ലാ ഗുണങ്ങളും തികഞ്ഞവളായ സാവിത്രിയെ, എല്ലാം കൊണ്ടും തനിക്ക് മനസ്സിനിണങ്ങുന്ന സാവിത്രിയെ, താൻ ഏതൊക്കെ സങ്കല്പങ്ങളാണോ മനസ്സിൽ വച്ചിരുന്നത് അതിനെല്ലാം യോജിക്കുന്ന സാവിത്രിയെ ഭാര്യയായി ലഭിച്ചതിൽ വളരെയേറെ സന്തോഷിച്ചു. അതേപോലെ തന്നെ തൻ്റെ മനസ്സിൽ താൻ കൊതിച്ചതുപോലെ സത്യവാനെ തന്നെ ഭർത്താവായി ലഭിച്ചതിൽ സാവിത്രിയും സന്തോഷിച്ചു. അങ്ങനെ സന്തോഷകരമായ ദിവസങ്ങൾ. രാജാവായ അശ്വപതി ഇനി നാട്ടിലേക്ക് മടങ്ങണം. അദ്ദേഹം ദ്യുമത്സേനോടും അദ്ദേഹത്തിന്റെ പത്നിയോടും അനുവാദം വാങ്ങി കുട്ടികളോടും യാത്ര പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവാണ്. അങ്ങനെ തന്റെ കൂടെ വന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. ഗതേ പിതരി സർവാണി സന്യസ്യ ആഭരണാനി സ ജഗൃഹേ വൽക്കലാന്യേവ വസ്ത്രം കാഷായമേവ ച. അച്ഛനും ബന്ധുജനങ്ങളും മടങ്ങിപ്പോകുന്നതുവരെ സാവിത്രി കൊട്ടാരത്തിൽ നിന്ന് ധരിച്ചു വന്ന ആ രാജകീയമായ ആഭരണങ്ങളും അതേപോലുള്ളതായ പട്ടുവസ്ത്രങ്ങളും എല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അതൊക്കെയാണ് ധരിച്ചിരുന്നത്. അച്ഛനും ബന്ധുജനങ്ങളുമെല്ലാം മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആ ആഭരണങ്ങളെല്ലാം അവൾ ഊരിവെച്ചു. ആരും പറഞ്ഞിട്ടല്ല. എന്തുകൊണ്ടെന്നാൽ സാവിത്രിയുടെ മനസ്സ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. തന്റെ ഭർത്താവിനില്ലാത്തതായ സുഖസൗകര്യങ്ങളൊന്നും തനിക്ക് വേണ്ട, തന്റെ ഭർതൃഗൃഹത്തിലില്ലാത്തതായ സുഖസൗകര്യങ്ങളൊന്നും തനിക്ക് വേണ്ട എന്ന് മാത്രമല്ല, തന്റെ ഈ ആർഭാടങ്ങൾ ആ ഭർതൃഗൃഹത്തിന്റെ ശാന്തിയെ സംഹരിക്കും എന്ന് അവൾക്കറിയാം. താനും അതേ പ്രകാരത്തിൽ ആ തപോവനത്തിൽ താപസവൃത്തിയായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് വന്നവളാണ് എന്ന് മാത്രമല്ല, തന്റെ മനസ്സിന്റെ ഉള്ളിൽ വലിയൊരു സങ്കല്പമുണ്ട്. സത്യവാന് അനേകം 1 വർഷം തികയുമ്പോൾ, നാരദൻ പറഞ്ഞ ആ നിമിഷം തൊട്ട് 1 വർഷം തികയുമ്പോൾ സംഭവിക്കാൻ പോകുന്നതായ വിപത്തിനെ കുറിച്ച് അവൾ അങ്ങേയറ്റം
ശ്രദ്ധ വച്ചിട്ടുണ്ട്. ആ ദിവസം അവൾ ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുകയാണ്, എത്ര ദിവസം കഴിഞ്ഞു, ഇനി എത്ര ദിവസമുണ്ട് എന്ന്. ആ ദിവസത്തെ തനിക്ക് കടക്കണമെങ്കിൽ, സത്യവാന്റെ പ്രാണനെ തനിക്ക് ഒരിക്കലും ഈ ഭൂമിയിൽ നഷ്ടപ്പെടാതെ ഈ ഭൂമിയിൽ നിലനിർത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ കഠിനമായ തപസ് വേണം. അതിനാൽ ആ ആശ്രമത്തിൽ താമസിച്ച് ആ ആശ്രമ വിധികളനുസരിച്ച് കഠിനമായ തപസ് ചെയ്യാനുള്ള തീരുമാനവുമായിട്ടാണ് സാവിത്രി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനും ബന്ധുജനങ്ങളും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ആ ആഭരണങ്ങളെല്ലാം അവൾ മാറ്റിവെച്ചു. അതേപോലെ തന്നെ ആ പട്ടുവസ്ത്രങ്ങളും വേണ്ടെന്ന് വച്ചു. എന്നിട്ട് എന്താണ് സാവിത്രി ധരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഗൃഹേ വൽക്കലാന്യേവ. ആശ്രമവാസികൾ എല്ലാവരും ധരിക്കുന്നത് മരൗരിയാണല്ലോ, പ്രത്യേകതരം മരത്തിൻ്റെ അതിൻ്റെ പുറന്തോട് ഇളക്കിയെടുത്തിട്ട് അതിനെ ചതച്ച് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മരൗരി. അങ്ങേയറ്റം പരുക്കനാണ്, ഭാരമുള്ളതുമാണ്. അത് ധരിക്കുക അത്ര സുഖകരമല്ല. ഋഷിമാരതാണ് ധരിക്കുക, ആ ആശ്രമത്തിലുള്ളവരെല്ലാം അതാണ് ധരിക്കുക. കാനനത്തിൽ പാർത്തിരുന്ന കാലത്ത് രാമനും ലക്ഷ്മണനും ധരിച്ചിരുന്നത് മരൗരിയാണ്. എന്നാൽ സീത സർവാഭരണഭൂഷിതയായി തന്നെ കാട്ടിലേക്ക് പോയാൽ മതി എന്ന് ദശരഥ മഹാരാജാവ് കൽപ്പിച്ചു. അതുകൊണ്ട് സീത ആ പ്രകാരത്തിലാണ് പട്ടുവസ്ത്രങ്ങളും സർവ്വ ആഭരണങ്ങളും ധരിച്ചാണ് കാനനത്തിലേക്ക് പോകുന്നത്. 14 വർഷത്തെ കാനന ജീവിതവും അങ്ങനെ തന്നെ. സീതയ്ക്ക് രാമലക്ഷ്മണന്മാര് ജടയും മരൗരിയുമാണ് ധരിച്ചിരുന്നത്. അതേപോലെ സാവിത്രിയും തൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനമ്മമാരും ബന്ധുജനങ്ങളും ആ ആശ്രമത്തിലുള്ളവരും ധരിക്കുന്ന വൽക്കലങ്ങൾ തന്നെ സ്വീകരിച്ചു. അതേപോലെ കാഷായ വസ്ത്രവും സ്വീകരിച്ചു. അങ്ങനെ വേഷം കൊണ്ട് തപസ്വി, കർമ്മം കൊണ്ടും തപസ്വി, ചിന്ത കൊണ്ടും തപസ്വി. എല്ലാം സകല കർമ്മങ്ങളും സകല വാക്കുകളും മനസ്സിൽ നിന്നാണ് വരുന്നതെന്ന് സാവിത്രി നേരത്തെ നാരദനോടും പിതാവിനോടും പറയുന്നത് നാം കേട്ടു. അങ്ങനെ അവളുടെ ചിന്തകൾ ആ പ്രകാരത്തിലാണ്, മനസ്സിലെ ദൃഢനിശ്ചയം അതാണ്. അതനുസരിച്ച് വേഷവിധാനവും വാക്കുകളും പ്രവൃത്തികളും ഇങ്ങനെ അവളിൽ പ്രകടമായി തുടങ്ങി. അങ്ങനെ കഠിനമായ തപസ്, ആർക്കും അറിഞ്ഞുകൂടാത്തതായ ഒരു രഹസ്യവും ഹൃദയത്തിൽ പേറിയാണ് സാവിത്രി അവിടെ ആ ആശ്രമത്തിൽ തൻ്റെ ജീവിതത്തെ തപോമയമായിട്ട് നയിക്കുന്നത്. ഇങ്ങനെ കാലം കഴിഞ്ഞു. തതഃകാലേ ബഹുതിഥേ വ്യതിക്രാന്തേ കഥാജന. അങ്ങനെ കാലം കഴിഞ്ഞു, തിഥികൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴേക്കും നാരദൻ പറഞ്ഞ ആ ദിവസം അടുത്തടുത്തടുത്ത് വന്നു തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും ആ ദിവസം സത്യവാനെ കൂട്ടിക്കൊണ്ടുപോകാൻ യമധർമ്മൻ വരുന്നതായ ദിവസം അടുത്തടുത്ത് വന്നു തുടങ്ങി. പ്രാപ്തസ കാലോ മർത്തവ്യം എത്ര സത്യവത നൃപ. അല്ലയോ നൃപ, മഹാരാജാവേ, ഇത് മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോട് പറയുന്ന വാക്യം. അത് വ്യാസൻ നിബന്ധിച്ച് തൻ്റെ ശിഷ്യനായ വൈശമ്പായന് പഠിപ്പിച്ചു കൊടുത്തത്. അത് വൈശമ്പായനൻ ജനമേജയനെ കേൾപ്പിക്കുന്നത്. അതാണ് ആ നൃപ എന്നുള്ളതായ സംബോധന. മാർക്കണ്ഡേയൻ യുധിഷ്ഠിരന് ചെയ്യുന്ന സംബോധനയാണത്. അതേപോലെ തന്നെ വൈശമ്പായനൻ ജനമേജയനോട് ചൊല്ലുന്നിടത്തും ഇത് പറഞ്ഞു കേൾപ്പിക്കുന്നിടത്തും ആ വാക്ക് ചേരുന്നു. അല്ലയോ മഹാരാജാവേ, ആ ദിവസം അടുത്തു വന്നു തുടങ്ങി എന്നാണോ സത്യവാന് ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വരുന്നത്? ആ ദിവസം സത്യവാൻ അറിയില്ല, രാജാവായ ദ്വിമത്സേനൻ അറിയില്ല, സത്യവാന്റെ അമ്മയ്ക്കറിയില്ല, ബന്ധുജനങ്ങൾക്ക് ആർക്കും അറിയില്ല. സാവിത്രിക്ക് മാത്രം അറിയും. തന്റെ കഠിനമായ നിഷ്ഠയാണത്, തപസ്സാണത്. ഒരിക്കലും തപസ്വികൾ സ്വന്തം ഹൃദയത്തിലിരിക്കുന്നതായ ഇത്തരം സുപ്രധാനമായ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ആരുടെ മുന്നിലും തുറന്നു കാട്ടുകയില്ല. അതവരുടെ തപസ്സിന്റെ മുഖ്യമായിരിക്കുന്ന സ്വഭാവമാണ്. അതവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. തപോബലം നേടിയിട്ട് അതിനെ വേണ്ടുന്ന സമയത്ത്
വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും.